നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേപ്പാടി ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഏറ്റെടുക്കുന്നത് 555 പേരുടെ 18.75 കോടി രൂപയുടെ ബാധ്യത. 5ാം ലോകകേരള സഭാ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിച്ചത് പ്രവാസികളെന്ന് മുഖ്യമന്ത്രി. 2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. നൂതന വികസന പദ്ധതികൾക്കും ക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. വാർത്തകൾ വിശദമായി. വയനാട് ജില്ലയിൽ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായവരുടെ വായ്പാ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. 555 ഗുണഭോക്താക്കൾക്കായി 1620 വായ്പകളിലായി 18,69,067.90 രൂപയാണ് നിലവിൽ കുടിശ്ശികയായി നിലനിൽക്കുന്നത്. ഈ ബാധ്യത മുഴുവനായി സർക്കാർ ഏറ്റെടുക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കണ്ണിൽ ചോരയില്ലാത്തതായിരുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി. കേരള ഹൈക്കോടതി തന്നെ കടുത്ത വിമർശനം കേന്ദ്ര സർക്കാരിന് നേരെ ഉയർത്തിയിട്ടുണ്ട്. ഈ ദുരന്തത്തെ സിവിയർ ഡിസാസ്റ്ററായി കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചിട്ടും വായ്പ എഴുതിത്തള്ളാൻ തയ്യാറാകാത്തത് ഭരണഘടനാപരമായ ഉത്തരവാദിത്ത ലംഘനമാണ് എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത്. ദുരന്തത്തിൽ ഭൂമിയും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട ജനങ്ങളോട് വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് മനുഷ്യത്വപരമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വ്യവസ്ഥ അനുസരിച്ച് വായ്പ എഴുതിത്തള്ളാൻ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ആ സെക്ഷൻ തന്നെ എടുത്തു കളയുന്ന ക്രൂരമായ നടപടിയാണ് സ്വീകരിച്ചത്. ഹൈക്കോടതിയിൽ സംസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കേന്ദ്രം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോടതി പരാമർശിച്ചിരുന്നു. ആ പ്രതീക്ഷ മൂലമാണ് ഈ തീരുമാനം വഹിക്കാൻ കാരണമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല, വായ്പ എടുത്തതിനാൽ ഇവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടും സർക്കാരിനുണ്ടായിരുന്നു. കേന്ദ്രം പ്രതികൂല നടപടി എടുത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിച്ച് വായ്പാ ബാധ്യത സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ, ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളും കടകളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായാണ് വായ്പകൾ നിലനിൽക്കുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തും. നിലവിൽ 2024 ജൂലൈ 30 മുതൽ വായ്പകളിൽ സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നിലനിൽക്കുന്നുണ്ട്. ആ കാലം മുതലുള്ള പലിശ ഒഴിവാക്കുവാനും ദുരന്തബാധിതരുടെ സിവിൽ സ്കോറിൽ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ള കാര്യവും സർക്കാർ SLBCയോട് ആവശ്യപ്പെടും. ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുമെന്ന സർക്കാർ നയമാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സെക്ഷൻ 13 എടുത്തു കളഞ്ഞത് ദുരന്തബാധിതരുള്ള ഏറ്റവും ഹീനമായ നടപടിയാണെന്നും കേന്ദ്ര സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ മാത്രമല്ല, ദുരന്തം സംഭവിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തിന്റെ ഈ തീരുമാനം ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 5ാം ലോകകേരള സഭാ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിച്ചത് പ്രവാസികളെന്ന് മുഖ്യമന്ത്രി. കേരളം നേരിട്ട പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് പ്രവാസികളും ലോകകേരള സഭയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം, രൂക്ഷമായ കാലവർഷക്കെടുതി, കോവിഡ് തുടങ്ങിയ ഘട്ടങ്ങളിലും പ്രവാസി സമൂഹത്തിന്റെ കരുതൽ കേരളം നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകേരള സഭയുടെ പൊതുസമ്മേളനം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകകേരള സഭ സംബന്ധിച്ച് പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി. നാടിന്റെ ഭാവി എങ്ങനെ വേണമെന്ന കാര്യത്തിൽ പ്രവാസികളിൽ നിന്ന് നിരവധി നിർദ്ദേശങ്ങളുണ്ടായി. പ്രവാസികൾക്ക് സഹായിക്കാനാകുന്ന മേഖലകൾ കണ്ടെത്തി നൽകാൻ സർക്കാരിന് കഴിയണം. സംസ്ഥാനവും സർക്കാരും എക്കാലത്തും പ്രവാസികളൊപ്പം നിന്നിട്ടുണ്ട്. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് കേരളം നവീകരിക്കപ്പെടണം, അല്ലെങ്കിൽ പിന്തള്ളപ്പെടും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലൊന്നൊരു കേരളത്തിനാണ് ശ്രമിക്കുന്നത്. അതിന് പ്രവാസികളിൽ നിന്ന് സഹായം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്നാലും മനസ്സും ശരീരവും കേരളത്തോടൊപ്പമാണെന്ന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫലി പറഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിലായാലും കേരളത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ സമ്പത്ത് എന്ന് ഡോക്ടർ B രവിപിള്ള പറഞ്ഞു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, GR അനിൽ, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, നോർക്ക സെക്രട്ടറി TV അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. ലോകകേരള സഭയുടെ പ്രതിനിധി സമ്മേളനം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക്, ഷെർപ്പ പോർട്ടൽ, ലോകകേരളം ഓൺലൈൻ പോർട്ടൽ സേവനങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. PRD തയ്യാറാക്കിയ കോഫി ടേബിൾ ബുക്ക് UN ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. 2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. നൂതന വികസന പദ്ധതികൾക്കും ക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ. 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യാഴാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചു. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടുന്നതിന് നൂതന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 1,82,972.10 കോടി രൂപ റവന്യൂ വരവും 2,17,558.76 കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്.
34,586.66 കോടി രൂപയാണ് റവന്യൂ കമ്മി. 19,384.86 കോടി രൂപയുടെ മൂലധന ചെലവുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വായ്പകളും മറ്റുമായി 1,447.99 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. 51,378.49 കോടി രൂപയാണ് പൊതുകടമായി പ്രതീക്ഷിക്കുന്നത്. 1,350 കോടി രൂപയുടെ അധിക ചെലവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാന ജീവനക്കാരുടെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുവാനും തീരുമാനിച്ചു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഒരു ഗഡു ഫെബ്രുവരിയിലും ശേഷിക്കുന്ന ഗഡുക്കൾ മാർച്ച് മാസത്തിൽ നൽകും. പങ്കാളിത്ത പെൻഷന് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ബജറ്റിൽ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ, പബ്ലിക് റെസ്പോൺസ് ആൻഡ് ഫീഡ്ബാക്ക് ഉൾപ്പെടെ റവന്യൂ വകുപ്പിന്റെ പദ്ധതികൾക്ക് 95.85 കോടി രൂപയും എന്റെ ഭൂമി ഉൾപ്പെടെ സർവേയും ഫുരയും വകുപ്പിന് 26.80 കോടി രൂപയും നിർമ്മിതി കേന്ദ്രത്തിന് 13.25 കോടിയും MN ഭവന പദ്ധതിക്കായി 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി സൗകര്യമൊരുക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഫോറം 6-ലോ ഫോറം 6A-ലോ അപേക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. ജനനസ്ഥലം ഇന്ത്യക്ക് പുറത്താണെന്ന് രേഖപ്പെടുത്താൻ നിലവിൽ ഓപ്ഷൻ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. ഈ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായതോടെ ഇത്തരക്കാർക്കായി ഓഫ്ലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഇതോടെ വോട്ടർ പട്ടിക പുതുക്കുന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന എറോനെറ്റ്, BLO ആപ്പ് എന്നിവയിൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുടെ പേര് രേഖപ്പെടുത്താനുള്ള സൗകര്യം ലഭ്യമാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പുതുക്കിയ പാസ്പോർട്ട് പ്രകാരമുള്ള 2 അക്ഷരങ്ങൾ ഡബിൾ ആൽഫബറ്റ് ഉൾക്കൊള്ളുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എറോനെറ്റ് സൈറ്റ് നേരത്തെ സജ്ജമായിരുന്നു. ജനനസ്ഥലം വിദേശത്തായിട്ടുള്ള പ്രവാസികൾക്ക് നാട്ടിലുള്ള ബന്ധുക്കളുടെ സഹായത്തോടെ ഓഫ്ലൈനായി BLO വഴിയോ ERO വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി അപേക്ഷിക്കാം. BLO ആപ്പ് വഴി അപേക്ഷകൾ സ്വീകരിക്കുവാനും രേഖകൾ പരിശോധിക്കുവാനും BLOമാർക്ക് സാധിക്കും. അപേക്ഷാ ഫോറത്തിൽ ഇന്ത്യക്ക് പുറത്ത് എന്ന ഓപ്ഷനും ജനിച്ച രാജ്യവും ഇനി രേഖപ്പെടുത്താം. ഇതുവരെ ഫോറം 6A വഴി 137,162 പ്രവാസികൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.